ശക്തി ക്ലാസ്സിൽ തന്നെക്കുറിച്ച് പറയുന്നത് കേട്ടതും ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താടി നിന്ന് കരയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആരുവിനെ നോക്കി എല്ലാവരും ചിരിക്കുന്നത് കണ്ടതും അവൾ ക്ലാസ്സിൽ നിന്ന് ഓടിയിറങ്ങി. അവൾ പോകുന്നത് കണ്ടതും വിധുവും ചെപ്പുവും ഉണ്ണിയും ക്ലാസ്സിൽ നിന്നിറങ്ങി ശക്തിയെ നോക്കാതെ ആരുവിൻ്റെ അടുത്തേക്ക് ഓടി. ആരു, ഡാ നീ കരയാതെ. ഇല്ല, ഞാൻ കരയില്ല. ഞാൻ എന്തിന് കരയണം? ഉണ്ടാക്കി പറയാൻ അയാൾക്ക് നല്ല കഴിവാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരുടെ കൂടെ കറങ്ങി നടന്ന് നേരം വൈകി വരുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് സാറിനെ പണി കൊടുക്കാം, വിധു പറഞ്ഞു. ഞാൻ കൊടുത്തോണ്ട് നല്ല പണി. ഡീ, ദാ നീരവ് സാറ് വരുന്നു. ആരു, ഒന്ന് വരുമോ? ഞാനിപ്പോൾ വരാം, നിങ്ങളിവിടെ നിൽക്ക്. എന്ത് സർ? മോളെ, അവൻ പറഞ്ഞത് കേട്ട് വിഷമായോ? സാർ അങ്ങനെ അറിഞ്ഞു? ഞാൻ ആ സമയം ജനലിൻ്റെ അടുത്തുണ്ടായിരുന്നു. അവൻ പാവമാ മോളെ. പാവം പോലും. ഇനി എന്നോട് അയാൾ പാവാണെന്ന് പറഞ്ഞു വന്ന് സാറിനിട്ട് ഞാൻ അടിക്കും. അയ്യോ മോളെ, എന്നൊന്നും ചെയ്യരുത്, ഞാൻ പാവാ. എന്നെ പേടിയുണ്ട് സർ. ചെറുതായി. പിന്നെ ശക്തി, അയാളെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. അയാൾക്കിട്ട് ഞാൻ പണി കൊടുക്കും. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും പോയി ദോസ്തിനോട് പറയണ്ട സർ. ഓക്കെ മോളെ. പിന്നെ എന്നെ സാറൊന്ന് വിളിക്കണ്ട, ഏട്ടാന്ന് വിളിച്ചോ. ഓക്കെ. എന്ത് സംസാരം കഴിഞ്ഞില്ലേ? സാർ സോറി ഏട്ടാ, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്കറിയാം. കുട്ടിക്കെന്നെ മനസ്സിലായോ? എനിക്കറിയാം, ഓർമ്മ കാണില്ല അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. സർ, എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. അപ്പം അന്ന് പറഞ്ഞത് അത് രക്ഷപ്പെടാൻ വേറെ വഴി കണ്ടില്ല, അതുകൊണ്ട് ഒപ്പന്നെ പറ്റിച്ചതാണെന്ന് ചുരുക്കം. ഇനി ഇതിന് ഞാൻ പണി തരുന്നുണ്ട്. അയ്യോ, ഞാൻ പാവാണ് സർ. ആണോ? അറിഞ്ഞില്ല. എന്തായാലും ഞാൻ പണി തരും. നീരവ് ചിരിച്ചു പോകുന്നത് കണ്ടതും ചെപ്പു എല്ലാവരെയും നോക്കി. ഡാ വിധു, സാറ് പണി തരുമോ? ഏയ്, നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാവും. അയ്യോ, ബെല്ലടിച്ചു. വാ. ഡി, ഈ അവർ നീരവ് സാറാണോ? അത് വന്നപ്പോൾ മനസ്സിലായില്ലേ പൊട്ടി. അപ്പം നമുക്ക് മുൻപ് നിമ്മി മിസ് എടുത്ത ചാപ്റ്റേഴ്സ് റിവേഴ്സ് ചെയ്യാം. ഓക്കെ? എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞതും നീരവ് ചിരിച്ചു. അപ്പം തുടങ്ങിക്കോ നിങ്ങൾ. ഞങ്ങളോ? അതെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കുന്ന ആൾ മൊത്തം പറയട്ടെ. ഇതും പറഞ്ഞ് ചെപ്പുവിനെ നോക്കിയതും അവൾ ഒരു കുട്ടിയുടെ മറവിലേക്ക് മാറി നഖം കടിച്ചിരുന്നു. എൻ്റെ ഈശ്വര, ഈ പൊണ്ടാറക്കാലൻ എന്നെ വിളിക്കൂ എന്ന് ഞാൻ അയാളെ കൊല്ലും. ചെപ്പു മനസ്സിലായി പറഞ്ഞു. ചൈതന്യ, ഡി, നിന്നെ വിളിച്ചു. ദുഷ്ടൻ, എന്നെ തന്നെ വിളിച്ചു. എന്താവൻ നിമ്മി മിസ് എടുത്തത്? ചെപ്പു ആരുവിനെയും വിധുവിനെയും ഉണ്ണിയെയും നോക്കിയതും അവർ ബുക്കിലേക്ക് നോക്കി വായിക്കുന്നത് പോലെ ഇരുന്നതും ചെപ്പു ദേഷ്യത്തോടെ നീരവിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. സർ. എന്താ? എനിക്കറിയില്ല, അതുകൊണ്ട്. അടുത്ത ആളെ വിളിപ്പിക്കാനായിരിക്കും. അതെ. മര്യാദയ്ക്ക് പറയടി. ദുഷ്ടൻ. എന്തെങ്കിലും ഒഴിഞ്ഞോ? ഏയ് ഇല്ല, സാറിന് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചതാ. അത് നന്നായി മനസ്സിലായി. തപ്പിപ്പിടിച്ച് ഓരോന്ന് ചെപ്പു പറയുന്നത് കേട്ടതും നീരവ് അവളെ നോക്കി. ഡി പെണ്ണേ. എന്ത് സർ? ഇത്ര അടുത്ത് മതിയോ? പറ്റില്ല, ഫുൾ പറയണം. പിന്നെന്തിനാ വിളിച്ചത്? ഞാൻ തപ്പിപ്പിടിച്ച് ഓരോന്ന് പറഞ്ഞു വരുമായിരുന്നു. ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. എന്ത് സർ? ഞാൻ പറയുന്നത് എന്ത് അനുസരിക്കാമെന്ന് നീ വാക്കുതാ. ക്ലാസ്സിലെ കുട്ടികളുടെ മുൻപിൽ നാണം കെടുന്നതിനേക്കാൾ ഭേദം സാർ പറയുന്നത് അനുസരിക്കുന്നതാവും. എന്താ ഓർത്തു നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല സർ, ഞാൻ സാർ പറയുന്നത് എന്തു അനുസരിക്കാം. പോയിരിക്കട്ടെ. വാക്ക് മാറില്ലല്ലോ? ഇല്ല, സത്യം. എന്നാൽ പോയിരുന്നോ, ഞാൻ ബാക്കിയെടുക്കാം. ശരി സർ. ചെപ്പു പോയതും നീരവ് ബാക്കി ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും ശക്തി ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്നത് കണ്ടതും ആരും അങ്ങോട്ട് നടന്നു. പിന്നെ ആ റൂം പൂട്ടി അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയവർ വിധുവിൻ്റെയും ചെപ്പുവിൻ്റെയും ഉണ്ണിയുടെയും അടുത്തേക്ക് പോയി. ഈ സമയം റൂം തുറക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ശക്തി. ഫോൺ എടുത്ത് വരാത്ത നിമിഷത്തെ ഓർത്ത് അവന് ദേഷ്യം തോന്നി. ആ സമയം, ആരു, നീ എവിടെയാ പോയത്? അത് നിന്റെ ഏട്ടനെ പൂട്ടിയിടാൻ ആ ക്ലാസ്സിൽ പൂട്ടിയിട്ടിട്ടുണ്ട് ഞാൻ. ആരു, അത് വേണ്ട, വാ നമുക്ക് ചെന്ന് തുറന്നു വിടാം. എന്താടാ രണ്ടാളിൽ നിന്ന് സംസാരിക്കുന്നത്? അതുടാ, ഇവൾ സാറിനെ പൂട്ടിയിട്ടുന്നു ക്ലാസ്സിൽ. ആരു, നീ എന്ത് പണിയായി കാണിച്ചത്? സാറിന് മനസ്സിലാവും നീയാ ചെയ്തതെന്ന്. അറിഞ്ഞാലും എനിക്ക് പുല്ല് വിലയാണ്. ആരു, ഞാൻ ചെന്ന് തുറന്നു വിടാൻ പോവുക. ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ.
അത്ര ചെയ്തില്ലെങ്കിലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലടാ, പ്ലീസ്. ശരി, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ തുറന്നു വിടും. ഇപ്പോൾ വാ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം. കുറച്ച് സമയം ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്ത് വിധു ആരുവിനെ നോക്കി. ആരു, നീ പോവാൻ നോക്ക്, സാറിറങ്ങി വരുമ്പോൾ കാണണ്ട. ശരി. ചെപ്പ് പോയതും ഉണ്ണിയെ പിടിച്ചു നിർത്തി ആരു. എന്താ ആരു, പോവണ്ടേ? വരട്ടെ, നിന്റെ ഏട്ടൻ ഇറങ്ങി വരുന്നത് ഒന്ന് കണ്ടിട്ട് പോവാം. എന്നാൽ ഞാൻ പോവാൻ നോക്ക്, എനിക്ക് വയ്യ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങാൻ. ഡാ, അതിന് നമ്മൾ മുന്നിൽ ചെന്നല്ല കാണുന്നത്, മറഞ്ഞു നിന്ന, അതുകൊണ്ട് പൊന്നുമോൻ വാ. ഈ സമയം വിധു ക്ലാസ് റൂമിൻ്റെ വാതിന് മുമ്പിൽ ചെന്ന് നിന്നു. ഛേ, ഈ സാറെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാനിന്ന് തുറന്നു കൊടുത്താൽ ഞാനിങ്ങനെ റൂമിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഒരു കാര്യം ചെയ്യാം, റൂം തുറന്ന് ഓടാം. അവൻ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശക്തി ആരുടെയോ നിഴൽ വാതിൽക്കൽ കൂടെ കണ്ടത്. ഇതാരായാലും അവർ ആയിരിക്കും എന്നെ ഇതിൽ അടച്ചിട്ടുണ്ടാവുക. ശക്തി വാതിൽ തുറന്നതും നോക്കി ചവിട്ടാൻ ഒരുങ്ങി നിന്നതും വിധു പതുക്കെ വാതിൽ തുറന്ന് ഓടാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന നീരവിനെ അവൻ കണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ വേറെ ക്ലാസ്സിൽ മാറി നിന്നു. ഈ സമയം ശക്തി വാതിൽ തുറന്ന് മനസ്സിലാക്കിയതും വാതിലേക്ക് ആഞ്ഞു ചവിട്ടി. എന്നാൽ ആ ചവിട്ട് നടന്നു വരുന്ന നീരവിന് കറക്റ്റായി കിട്ടി. അമ്മേ! അയ്യോ നീരവ്, നീ എന്തിനാടാ എന്നെ ചവിട്ടിയത്? നീയാണോ എന്നെ പൂട്ടിയിട്ടത് ഈ ക്ലാസ്സിൽ? അതിന് നീ ക്ലാസ്സിന് പുറത്തില്ലേ, പിന്നെ നിന്നെ എങ്ങനെ പൂട്ടിയിട്ടു? ഇവനോട് ചോദിച്ച് എന്നെ വേണം തല്ലാൻ. എന്താടാ നീ ആലോചിച്ച് നിൽക്കുന്നത്? നീ എഴുന്നേറ്റു വാ. എന്തിനാ വീണ്ടും ചവിട്ടി താഴെ ഇടാനാണോ? എന്നെ ആരോ ഇവിടെ അടച്ചിട്ടു. അപ്പം നിനക്കിവിടെയും ശത്രുക്കളുണ്ടോ? ഇവിടെ ആ ആരാധിക്ക് മാത്രമാണ് എന്നോട് ശത്രുത. അവൾ പാവാടാ. ശക്തി അവനെ ദേഷ്യത്തിൽ നോക്കിയതും അവനെ വിളിച്ച് കാണിച്ചു. വാ, പോവാം. അവർ രണ്ടുപേരും നടന്നു പോയതും വിധു ആരുവിൻ്റെയും ഉണ്ണിയുടെയും അടുത്തേക്ക് നടന്നു. ആരു, ഇനി ഇങ്ങനത്തെ പണിക്ക് നിൽക്കരുത്. നമ്മളാണെന്നറിഞ്ഞാലേ കോളേജിൽ നിന്ന് പുറത്താക്കും. ഇനി കോളേജിൽ വെച്ച് വേണ്ട, സാറിൻ്റെ വീട്ടിൽ വെച്ചാവാം. അതിന് സാറിൻ്റെ വീട് നിനക്കറിയോ? പിന്നെ അല്ല, ഉണ്ണി ഇവരെ വീട്ടിലേക്ക് നീ ക്ഷണിക്കുന്നില്ലേ? അത് പറയാൻ മറന്നു വിധു. നാളെൻ്റെ വീട്ടിൽ വരണം, ലീവല്ലേ? ഞാൻ ചെപ്പുവിനോടും വിളിച്ച് പറയാം. നിങ്ങൾ ആരുവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. എന്നാൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്നാൽ ഞാൻ പോവാ, നാളെ കാണാം. വിധു പോയതും ആരു ചിരിച്ചു. നീ എന്താ ചിരിച്ചത്? നാളെ നിന്റെ ഏട്ടനാണ് ശക്തി സാറെന്നറിയുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഓർത്ത് ചിരിച്ചതാണ്. അത് നാളെ ലൈവായി കാണാം. ഇപ്പോൾ പോവാം, വീട്ടിൽ തിരക്കും. അങ്ങനെ ആരു വീട്ടിലെത്തിയതും കുളിച്ച് റെഡിയായി ഫോൺ നോക്കിയിരുന്നു. ആരു, എന്താച്ചാ? ഉണ്ണിയുടെ വീട്ടിലേക്കുണ്ടോ? ഇല്ല, കുറച്ച് പഠിക്കാനുണ്ട്. ഈ അച്ഛനോട് തന്നെ കള്ളം പറയണം മോള്. ഞാൻ ചോദിച്ചു നോക്കട്ടെ ശക്തിമോനോട്. ഒരു മോൻ വന്നിരിക്കുന്നു, അയാൾക്കിട്ട് നല്ല പണി കൊടുക്കണം. നീ എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത്? വരുന്നുണ്ടോ? ഇല്ല. ശരിയെന്നാ ഞാനും അമ്മയും അങ്ങോട്ട് പോവുക. ആ ശരി. അവർ പോയതും ആരു ഫോണിൽ റീൽസ് കണ്ടിരുന്നു. പിന്നെ MB തീരാറായിന്ന് കണ്ടതും അവൾ TV ഓണാക്കി. പെട്ടെന്ന് ബോഡി ഗാർഡ് ഫിലിം കണ്ടതും അത് വെച്ച് പകുതി എത്തിയതും അവൾക്ക് ഐഡിയ കിട്ടി. ഫോണെടുത്ത് ചെപ്പുവിന് കോളാക്കി. ഹലോ ചെപ്പു, എന്താടി നേരത്ത്? 10 മണിയല്ലേ ആയല്ലോ. അതിനെന്തായിപ്പോൾ? എൻ്റെ 2 ഉറക്കം കഴിഞ്ഞു. എന്നാ മോളെ കുറച്ചു നേരം ഉറങ്ങാതിരിക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാൽ വേഗം പറഞ്ഞു തുലക്ക്. ഡി, ഞാൻ ശക്തി സാറെ പ്രേമിക്കാൻ പോവുക. ആര് പറഞ്ഞു നിർത്തിയതും ചെപ്പുവിൻ്റെ തലയിലുണ്ടായിരുന്ന കിളികൾ വരെയും കൂടും കുടുക്കയും എടുത്തു പോയി. ആരു ചെപ്പുവിനോട് പറഞ്ഞു നിർത്തിയതും ചെപ്പു കിളി പോയ കണക്കിലിരുന്നു. ചെപ്പു, നീ കേൾക്കുന്നുണ്ടോ? ഞാനൊന്നും കേൾക്കുന്നില്ല ആരു. നിന്റെ കിളി മൊത്തം പോയോ? പോയിടി, പോയി. അപ്പം നീ സാറിനെ പ്രേമിക്കാൻ പോവാണോ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുമെന്ന്. നീ കൂടുതൽ സന്തോഷിക്കാൻ വരട്ടെ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്ന് പറഞ്ഞു തുലയ്ക്ക്. ഡി ചെപ്പു, ഞാൻ സാറിനെ ഒറിജിനലായി പ്രേമിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് ആക്ട് ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അങ്ങോട്ടും മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത് ഭവതി? ഡി, ഞാൻ ബോഡി ഗാർഡ് മൂവി നയൻതാര ചെയ്യുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുക. എന്ന് വെച്ചാൽ നീ ആ ഫോൺ വിളിയാണോ ഉദ്ദേശിച്ചത്? അതെ ഡിയർ. അവളുടെ ഒരു ഐഡിയ. ഡി പെണ്ണെ, അതൊക്കെ മൂവിയിലേ പറ്റൂ. എന്ന് ഞാൻ റിയലാക്കി തരാം. നിനക്ക് വട്ടാടി. മനുഷ്യന്മാരുടെ ഉറക്കം കളഞ്ഞ് അവളുടെ ഒരു പ്രേമനാടകൻ പറയാൻ വന്നിരിക്കുന്നു. നീ പുച്ഛിച്ചോ, പക്ഷെ ഞാനിത് നടപ്പിലാക്കും, നോക്കിക്കോ. നീ ശക്തി സാറിൻ്റെ
കൈക്ക് പണിയുണ്ടാക്കും. വെച്ചിട്ട് പോടി. ഞാൻ പോവാ. ഇതും പറഞ്ഞപ്പോൾ കോൾ കട്ടാക്കിയതും ആരു ബെഡിലേക്ക് കിടന്നു. വർക്കൗട്ട് ആവോ? ആവും. അങ്ങനെ വിചാരിച്ച് തുടങ്ങാം. പിന്നെ അവൾ സമയം കളയാതെ ശക്തിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അവനപ്പുറത്ത് കോൾ എടുത്തതും ആരു കോൾ കട്ടാക്കി. എൻ്റെ ഈശ്വര, ഞാനെന്ത് പണിയെ കാണിച്ചത്? ഇപ്പം ഞാൻ സംസാരിച്ചെങ്കിൽ ഞാനാണെന്ന് ആ കാലിന് മനസ്സിലാകുമായിരുന്നു. പെട്ടെന്ന് ശക്തി തിരിച്ചു വിളിച്ചതും അവൾ കോൾ കട്ടാക്കി. പിന്നെ അവൾ സമയം കളയാതെ ശബ്ദം മാറ്റി പ്രാക്ടീസ് ചെയ്തു. അവസാനം ഒരെണ്ണം ഫിക്സ് ചെയ്തതും അവൾ വിധുവിൻ്റെ നമ്പറിലേക്ക് കോളാക്കി. ഹലോ, ആരായി രാത്രി? നിന്റെ കുഞ്ഞമ്മ. എൻ്റെ കുഞ്ഞമ്മയെ വിളിക്കുന്നു. ആരാടി നീ? അവൻ കലിപ്പ് മൂഡ് ഓണാക്കിയതും ആരു ചിരി കടിച്ചു പിടിച്ച് കോൾ ഓഫാക്കി. അപ്പം സംഭവം സക്സസ് ആണ്. വിധുവിന് പോലും ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. ഇനി വിളിക്കാം ആ മുരടന്. ഈ സമയം ശക്തി ബാൽക്കണിയിലിരുന്ന് ബുക്ക് വായിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഇത് നേരത്തെ വന്ന നമ്പറാണല്ലോ. ഹലോ, ആരാ? ഹലോ, ശക്തി സാറല്ലേ? സുഖമല്ലേ? ആരാ നീ? രാത്രി എൻ്റെ സുഖം തിരക്കാനാണോ വിളിച്ചത്? ചൂടാവാതെ സാറേ. വെച്ചിട്ട് പോടി. ലവ് യു സർ. ഉമ്മ. ഡീ പെണ്ണേ. പെണ്ണ് തന്നെയാ, ഈ ചൂടൻ്റെ പെണ്ണ്. പോട്ടെ, നാളെ വിളിക്കാം. നീ ആരാടി? കണ്ടുപിടിക്ക്. പിന്നെ സാറിൻ്റെ ക്ലാസ് പൊളിയാണ് കേട്ടോ. കേട്ടിരിക്കാൻ എന്ത് രസാ. എൻ്റെ മുൻപിൽ നേരിട്ട് വാടി. വരും, പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. അതുവരെ ഇങ്ങനെ തുടരാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇതും പറഞ്ഞവൾ വെച്ചതും ശക്തി ദേഷ്യത്തിൽ കൈ ചുരുട്ടി. ആരും ഈ സമയം ഇരുന്ന് കിടന്നും ചിരിച്ച് ഒരു വഴിയായി. പിന്നെ റെക്കോർഡ് ചെയ്ത വോയിസ് ചെപ്പുവിന് സെൻഡാക്കി. പെട്ടെന്ന് ശക്തി ആരു ജനലിൽ കൂടെ കണ്ടതും അവൾ ഏന്തി വലിഞ്ഞു നോക്കി. ഈ സമയം ശക്തി എന്തൊക്കെയോ കയ്യിൽ കിട്ടിയതെല്ലാം നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. സാറിന് വട്ടായി. ഇനിയും കൂടും, അല്ലെങ്കിൽ ആര് കൂട്ടും. പിന്നെ അവൾ അവനിട്ട് പണി കൊടുക്കുന്ന ആശ്വാസത്തിൽ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ആരും എഴുന്നേറ്റതും ശക്തിയുടെ നമ്പറിലേക്ക് മോർണിംഗ് മെസ്സേജ് അയച്ചുവിട്ട് അവൾ വാഷ്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. ആരു, നീ വീട്ടിലോട്ട് വാ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന അമ്മ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചതാ. അതുകൊണ്ട് വേഗം വരാൻ നോക്ക്. ആടാ, ദാ വരുന്നു. പിന്നെ ആരു നന്നായി ഒരുങ്ങിയിറങ്ങി ശക്തിയുടെ വീട്ടിലേക്ക് നടന്നു. ആൻറ്റി. ആ വന്നു. ഇന്നലെ എന്താ വരാതിരുന്നത്? കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ഉണ്ണിയൊന്നും പഠിക്കുന്നത് കണ്ടില്ലല്ലോ. ഫോണും നോക്കി കുത്തിയിരിക്കുന്നത് കണ്ടു. അവനിങ്ങോട്ട് വരട്ടെ. എൻ്റെ ഈശ്വര, ഉണ്ണിക്ക് പണി കിട്ടുമോ? ഡാ ഉണ്ണി. ഡാ വരുന്നു അമ്മേ. ഡാ, നീ ഇന്നലെ എന്താ പഠിക്കാതിരുന്നത്? ഒന്നുമില്ലാന്നല്ലേ പറഞ്ഞേ? അതെ. പിന്നെ മോൾക്ക് പഠിക്കാനുണ്ടായിരുന്നെന്ന് പറഞ്ഞതോ? എപ്പോഴും ഫോണിലാണ് ചെക്കൻ. ഇനി ഞാനത് വാങ്ങി വെക്കും. അതുവരെ ഉണ്ടാവും നിൻ്റെ ഈ കളി. ആൻറ്റി, അടുക്കളയിൽ എന്തോ ശബ്ദം. അയ്യോ, ആ പൂച്ച കയറിയിട്ടുണ്ടാവും. നാശം പിടിച്ചത്. ആൻറ്റി പോയതും ആരു ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ഉണ്ണിയെ നൈസായി നോക്കി. ഡാ ഉണ്ണി, ഒന്ന് ക്ഷമി. ഇനി ഇങ്ങനൊന്നും സംഭവിക്കില്ല. എൻ്റെ നല്ല ഉണ്ണിയല്ലേ. നിനക്ക് ഞാൻ ബർഗർ വാങ്ങിത്തരാടാ. എന്നാ ഓക്കെ, ഇപ്പം ഞാൻ ക്ഷമിച്ചു. അതിനവളൊന്ന് വിളിച്ചു. ചിരിക്കാതെ വാടി, കഴിക്കാനിരിക്കാം. അവർ രണ്ടുപേരും കഴിക്കാനിരുന്നതും ആരു ചുറ്റും നോക്കി. ഡാ ഉണ്ണി, നിന്റെ ഏട്ടനെവിടെ? മുകളിലുണ്ട്. കുറച്ചു മുൻപ് ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കായിരുന്നു. പിന്നെ ഫോണിലൊരു മെസ്സേജ് ടോൺ വന്നപ്പോൾ എടുത്തു നോക്കി ദേഷ്യത്തിൽ ചാടിത്തുള്ളി പോകുന്നത് കണ്ടു. ഓ, അപ്പം എൻ്റെ മെസ്സേജ് കണ്ടിട്ടാവും. ആരു മനസ്സിലോർത്തു. ഡി, ഏട്ടൻ വരുന്നുണ്ട്. വരട്ടെ, ഒരു പണി കൊടുക്കാം. അവൾ ഫോണിൽ 2-3 ലവ് ചിഹ്നവും ലവ് യു ചൂടാ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ച് അവൾ കഴിക്കൽ തുടർന്നു. ശക്തി വന്നിരുന്നതും ആര് കുറച്ച് പുച്ഛം വാരി വിതറി. തിരിച്ചവനും. ആര് ഫോൺ ഓണാക്കി ടൈപ്പ് ചെയ്ത മെസ്സേജ് സെൻഡാക്കി. ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. ശക്തി ഈ സമയം മെസ്സേജ് നോക്കിയതും ദേഷ്യം കൊണ്ട് പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ച് എഴുന്നേറ്റ് പോയി. ഉണ്ണിയോ അമ്മയും എന്താ സംഭവമെന്നറിയാതെ നിന്നപ്പോൾ ആരുമുഖത്ത് ശക്തിയുടെ പ്ലേറ്റിൽ നിന്ന് വീണ സാമ്പാറും ചമ്മന്തിയും തുടക്കുന്ന തിരക്കിലായിരുന്നു. ഉണ്ണിയും അമ്മയും അവളെ നോക്കിയതും ചിരി അടക്കി നിന്നു. എന്നാൽ പുറത്തു നിന്ന് വന്ന 5 പേര് അവളുടെ കോലം കണ്ട് പൊട്ടിച്ചിരിച്ചു.